ഹായ് ഗൈസ്, ഇന്ന് 7:25 ഇറങ്ങിയേക്കണത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വണ്ടി എടുക്കണില്ലടാ. ഞാൻ എൻ്റെ വണ്ടീനോട് യാത്ര പറയാൻ വേണ്ടി വന്നേ. അച്ഛനെ ഇന്ന് ഞാൻ കൊണ്ടുപോകണം. ഞാൻ ഒന്ന് സൂര്യനെല്ലി വരെ പോയിട്ട് വരാം. വണ്ടി ഇവിടെ കിടക്കട്ടെ, എന്നെ കൊണ്ടുപോകാൻ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് ഇടാ. അപ്പോൾ അച്ഛനെ പോയിട്ട് വരാം. ഇന്ന് നമ്മ കുറച്ച് സീനിയർ ആൾക്കാരൊക്കെ ആയിട്ട് നേരെ സൂര്യനെല്ലി പോണേണ്ട. ഗൈസപ്പാ ഇന്നത്തെ പരിപാടി നമ്മൾ തുടങ്ങണേണ്ട. ഇന്ന് നമ്മ വണ്ടി ഡ്രൈവ് ചെയ്യണത് നമ്മളെ അതുൽ മച്ചാനാണ്ട. അതുൽ മച്ചാൻ്റെ ഡ്രൈവിംഗ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ നമ്മുടെ കൂടെ ഇന്ന് കുറേ ഊബർ ഓടി അല്ലേ 10,000-16,000 ട്രിപ്പൊക്കെ എടുത്തിട്ടുള്ള കുറേ ടീമുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ഊബറിനെ പറ്റി കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും, ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഉണ്ടായി, ഇന്ന് ഓട്ടം ഇല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള കുറച്ച് മെമ്പേഴ്സ് എല്ലാം കൂടി പ്ലാൻ ചെയ്ത് നേരെ സൂര്യനെല്ലി കണ്ട പോകുന്നത്. സൂര്യനെല്ലിയിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാഴ്ചകൾ അതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതുൽ മച്ചാൻ്റെ വണ്ടി കയറി നേരെ കുറേ പേരെ ഇനി പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഒരു 5-6-7 പേരുണ്ട്, മൊത്തം 7 പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ പിക്ക് ചെയ്ത് വണ്ടി കയറ്റാം. 2 വണ്ടിക്കാവണം, 2 വാഗനറിനാവണം. അവരെ പിക്ക് ചെയ്ത് വണ്ടി കയറ്റുന്നു, നേരെ സൂര്യനെല്ലിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരാളെയും കൂടി നമ്മൾ പൊക്കിയിരിക്കുന്നു. ധനേഷ് ചേട്ടൻ, പുള്ളിയാണ് ധനേഷ്. ഒരു ഹായ് പറഞ്ഞേക്ക്. ഇനി നമുക്ക് ഒരാളെയും കൂടി പോക്കാണ്ടല്ലേ, പപ്പൻ പള്ളുരുത്തി പപ്പൻ. ഗൈസ് പള്ളുരുത്തി പപ്പൻ കയറിയിട്ടുണ്ട് ഇടാ. അങ്ങനെ നമ്മുടെ പള്ളുരുത്തി പപ്പൻ പ്രധാന പുള്ളി അല്ലേ കയറിയിട്ടുണ്ട്. പള്ളുരുത്തി പപ്പൻ്റെ ഒരു ഡീപ്പ് ഇന്റർവ്യൂ ഉണ്ട് അവിടെ. അതായത് കൂട്ടത്തിൽ ഇത്രയും ട്രിപ്പ് എടുത്ത ഒരു വ്യക്തിയാണ് പള്ളുരുത്തി പപ്പൻ. ഇപ്പൊ എന്തായാലും ആണല്ലേ 2018 മുതലുള്ളതാണ്. ഇപ്പൊ എത്ര ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? 17,000 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരു മച്ചാനാണ് നമ്മുടെ ഒപ്പം കയറിയേക്കണത്. അപ്പൊ എന്തായാലും ഇന്നൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. കുറെ ഡൗട്ടുകളെല്ലാം എനിക്കും തീർക്കാനുണ്ട്. ഇന്ന് ഞാൻ പുള്ളീനെ വധിച്ചു കളയും. ഞാനും അപ്പോൾ ഞങ്ങൾ കൊച്ചിനോട് യാത്ര പറഞ്ഞ് സൂര്യനെല്ലിയിലേക്ക് ഉള്ള യാത്രയിലാണ്. ഇപ്പൊ സമയം 8:04. നമുക്ക് എപ്പോൾ എത്താൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കട്ടെ. ഞങ്ങൾ പതുക്കെ നിർത്തിയൊക്കെ ആയിരിക്കും സൂര്യനെല്ലിയിലേക്ക് പോകുന്നത്. നമ്മുടെ കൂടെ ഒരു വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ, ബാക്കിലുണ്ടാ വണ്ടി. അതില് എത്ര പേരുണ്ട്? അതിൽ 3 അല്ലേ? അതിൽ 3 പേര്, ഇതിൽ 4 പേര്, മൊത്തം 7 പേരായിട്ടാണ് ഞങ്ങൾ പോണത്. ഗൈസപ്പാ നമ്മുടെ ടീമുകളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രധാന പുള്ളി നെൽസൺ ചേട്ടൻ അതിലെ തുടങ്ങിയത്. ഗൈസപ്പാ നമ്മൾ ഇത്രയും പേരാണ്ടാ പോണത്. ഈ 2 വണ്ടിയിലാണ്ടാ പോണത്. CNG അടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. CNG അടിച്ചിട്ട് ബാക്കി നോക്കാം. ഡ്രൈവർ ചേഞ്ച്. ഇന്റർനാഷണൽ ഡ്രൈവർ പപ്പൻ ബ്രോയാണ് വണ്ടി ഓടിക്കുന്നുണ്ട് ഗൈസ്. കാട്ടുപള്ളി പപ്പനാ. അടിപൊളി. മച്ചാമാര് ഫ്രണ്ടിലുണ്ട് കേട്ടാ. കണ്ടക്കടവ് അടുത്ത ആള് വേറെ ബുക്ക് ചെയ്ത്. ഇത് ഏത് വർഷമാണ് ഊബർ പൂൾ സിസ്റ്റം? 3-4 കൊല്ലം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പൊ ഈ പൈസ കുറവാണത്. അപ്പൊ ആൾക്കാര് അത്യാവശ്യം നോക്കിയാലും പൈസ കുറവുള്ളതുകൊണ്ട് ഊബർ പൂൾ ബുക്ക് ചെയ്യും. അപ്പൊ ആദ്യം കയറിയാണ് ചിലപ്പോ അവസാനം ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ അപ്പൊ നമുക്ക് അന്നാ സമയത്ത് നമുക്ക് മോർണിംഗ് രാവിലെ ഒരു 7 മണി തൊട്ട് 10 മണി നമുക്ക് 1.3 ഒക്കെ സർജ് ഒക്കെ ഉണ്ടാവും. സർജ് സിസ്റ്റം. അപ്പൊ നമുക്ക് ഓട്ടോ എടുക്കുന്നതിന് ലാഭം. പിന്നെ ഒരു രാവിലത്തെ പീക്ക് അവേഴ്സിൽ 5 ട്രിപ്പ് എടുത്താൽ 200 ഇൻസെന്റീവ് ഉണ്ട്. അതേ ഇൻസെന്റീവ് തന്നെ ആഴ്ചയിൽ 100 ട്രിപ്പ് എടുത്താൽ 3,200 ഇൻസെന്റീവ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ നമ്മള് ഓടും. ഇതിപ്പോ ഒന്നുമില്ല, ഇതൊന്നുമില്ല. നമുക്ക് പെട്ടി ഓട്ടോ ചാർജ് അല്ലേ? അപ്പനിപ്പോ KSRTC ചത്താനെ പുള്ളി ചവിട്ടിയതുകൊണ്ടാണ്. പുള്ളി ഒറ്റ ചവിട്ടി
ഇപ്പോഴത്തെ ഊബറിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഊബർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ ഒരിടത്തുനിന്ന് പിക്കപ്പ് ചെയ്ത് നമ്മളൊരു 10 കിലോമീറ്റർ ഓടിക്കൊണ്ടാക്കിയാൽ നമുക്ക് കിലോമീറ്ററിന് 18 രൂപ കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് മിനിമം ടാക്സിയുടെ മിനിമം ചാർജ് നമുക്കില്ല. 5 കിലോമീറ്ററിന് 250 എന്നുള്ള മിനിമം ചാർജ് ഊബറിൽ കിട്ടൂല. ചിലപ്പോൾ ചില സമയങ്ങളിൽ രാത്രി ഒരു പ്രാവശ്യം തോമ്പടിയിൽ നിന്ന് രാത്രി ലേക്ക് ഷോറിലേക്ക് ഓട്ടം വിളിച്ചു. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ റേറ്റിനേക്കാളും 150 രൂപ കുറവാണ് ഊബറിൽ കാണിക്കുന്നത്. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ച് തനിക്ക് ഈ നട്ടപ്പാതിരിക്ക് ഇയാളെ ലേക്ക് ഷോറിൽ കൊണ്ടാക്കിയിട്ട് തനിക്ക് എന്ത് കിട്ടുമെന്നാ ചോദിക്കണം. അയാൾ ശരിയല്ലേ, എനിക്ക് ലേക്ക് ഷോറിൽ നിന്ന് തിരിച്ച് കിട്ടിയില്ല, തിരിച്ച് ഞാൻ കാലി വന്നു. അപ്പൊ ഞാൻ ആ ഓട്ടം നഷ്ടമാണ്. ഓട്ടോറിക്ഷക്കാരനെ കിട്ടുന്ന പൈസ കമ്മീഷൻ കൊടുക്കണം, വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ഓൺലൈൻ ഓടുന്നത് ലോസ് തന്നെയാണ്. നമ്മള് ഇപ്പൊ മൂന്നാറ്, കോട്ടയം, തൃശ്ശൂര്, ആലപ്പുഴയൊക്കെ പോയാൽ നമുക്ക് റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ നഷ്ടം. അല്ലെങ്കിൽ ഒന്നില് അത്രയും കസ്റ്റമേഴ്സ് നമുക്ക് വേണം, തിരിച്ചിങ്ങോട്ടും ബുക്കിങ്ങിന് വേണം. അതില്ലല്ല. ഇപ്പൊ ഇറങ്ങാൻ പോണ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇനിയിപ്പോ ഇറങ്ങാൻ പോണ ആൾക്കാരോട് പറയാനുള്ള വെച്ചാല് അല്ല കുഴപ്പമില്ല, പുതിയ ആൾക്കാർ ഇറങ്ങട്ടെ. അപ്പൊ പുതിയ വണ്ടികൾ കുറെ ഇറങ്ങും. നമുക്ക് ഇനി ഫ്രഷ് വണ്ടി എടുക്കണ്ട, കാരണം അവരെന്തായാലും വണ്ടി വിൽക്കും. 6 മാസം ഓടിക്കുമ്പോൾ അവരുടെ ഏകദേശം ആവേശമൊക്കെ തീരും. അപ്പൊ നമുക്ക് നല്ല നല്ല വണ്ടികൾ സെക്കൻഡ് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എങ്ങനെയും കൊടുത്ത് ഒഴിവാക്കി വേറെ പണിക്ക് പോകാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് ആ വണ്ടി ചവിട്ടി അത്യാവശ്യം ഇരട്ടിയൊക്കെ ഒരു റേഞ്ചിൽ കിട്ടുന്ന നമുക്ക് വണ്ടി. അതെ, സ്ഥിരം ഓടുന്ന ആൾക്കാരാണ് ഈ പറയണത്. ഞാൻ വല്ലപ്പോഴും ഓടുന്നവനാണ്. സ്ഥിരം ഓടുന്ന ആൾക്കാരെ നമുക്ക് ഇന്ന് കിട്ടിയേക്കാണ്. ഇന്നെന്തായാലും ഇവരുടെ എക്സ്പീരിയൻസ് ഞാനിപ്പോ ഇതിനകത്ത് 7 കൊല്ലമായി. ഞാൻ കമ്പയർ ചെയ്യണ, ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഉപ്പ മുതലാളിമാരുണ്ട്. അവരുടെ വീട്ടിലെ ഹൗസ് ഡ്രൈവറായിട്ടും വീട്ടിലെ പണി, ബിസിനസിന്റെ കളക്ഷൻ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന അവനൊക്കെ തന്നെ തുച്ഛമായ ശമ്പളവും അവനൊക്കെ നമ്മളെ പണിയെടുപ്പിക്കുന്നതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇതിൽ ഞാൻ ഹാപ്പിയാണ്. ഇതിലെനിക്ക് എന്റെ ഇഷ്ടത്തിന് ഇറങ്ങിയാൽ മതി. ഇഷ്ടമുള്ളപ്പോ ഓൺലൈൻ ആക്കാം. ഓൺലൈൻ എടുക്കുന്ന ട്രിപ്പ് മാന്യമായിട്ട് കംപ്ലീറ്റ് നമ്മൾ ഈ വേറെ കുഴപ്പങ്ങളില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ടൈം ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ നമുക്ക്, ഞാൻ കമ്പയർ ചെയ്യണത് എനിക്കൊരു ജോലിക്ക് പോയാൽ മാസം എത്ര കിട്ടുമോ എനിക്കത് ഇതിൽ നിന്ന് കിട്ടിയാൽ മതി. ഞാൻ ആ വരുമാനത്തിൽ ഒതുങ്ങി എന്റെ എൻജോയ്മെന്റും കഴിഞ്ഞ് ഞാൻ ജീവിച്ചു പോകും. ഇപ്പൊ നിലവിൽ പെണ്ണൊന്നും കേട്ടിട്ടില്ല. കല്യാണ ആലോചനകൾ ക്ഷണിക്കുന്നു. സുമുഖനും സുശീലനും, മദ്യപാനം ഇല്ല, സിഗരറ്റോലി ഇല്ല, ഇത്രയും സുന്ദരനും സുശീലനും. ഇച്ചിരി മുടിയൊക്കെ തെറിച്ചിട്ടുണ്ട്. അത് മറ്റേ പെപ്പർ ലുക്ക് അല്ലേ? കാശ് കൊടുത്ത് മനസ്സിലായി, കാശ് കൊടുത്ത് അങ്ങനെ ആക്കിയതാണ്. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റൊരു, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വില കൂടിയ വണ്ടിയൊക്കെ എടുത്താൽ നിങ്ങൾ ലോൺ അടച്ച് മുടിയും. ബെസ്റ്റ് പരിപാടി സെക്കൻഡ് വണ്ടിയിൽ എടുക്കുക. അത്യാവശ്യം ഓട്ടോറിക്ഷ ഓടുന്ന, ഇപ്പൊ എനിക്ക് ഓട്ടോറിക്ഷ ഓടുന്നതിന് ഒരു സ്റ്റാർട്ടിങ് പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് മറ്റേ 3 വീൽ ഓടിച്ച് ശീലമില്ല. ഇതാകുമ്പോ 4 വീലാകുമ്പോ നമുക്ക് കംഫർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർക്കും ഓൺലൈൻ ഓടുന്നവർക്കും നമ്മൾ ആപ്ലിക്കേഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 20 രൂപ വ്യത്യാസമുള്ളൂ. ഓട്ടോറിക്ഷയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപ ഉള്ളൂ. എന്റെ വണ്ടിക്ക് 8 ലക്ഷം രൂപയും. 8 ലക്ഷം രൂപ മുതൽ മുടക്കിയിട്ട് നമുക്ക് കിട്ടണം മെച്ചം 20 രൂപ വ്യത്യാസത്തിലാണ്. ഈ AC ഇട്ട് സിറ്റിയുടെ ഉള്ളിൽ കിടന്ന് എന്റെ വണ്ടി ഫോർഡിന്റെ ആസ്പയറാണ്. 16 കിലോമീറ്റർ എനിക്ക് മൈലേജ് കിട്ടണം. അപ്പൊ കമ്പനി ചിന്തിക്കണ്ടേ, ഇവൻ ഈ ആസ്പയർ എടുത്ത് ഓടാനാണ്. ഈ ആസ്പയർ എടുത്ത് ഓടാൻ കുറച്ചും കൂടി ന്യായമായ റേറ്റ് കൊടുക്കാം. അതിനിപ്പോ നമ്മൾ ബെൻസ് എടുത്ത് ഓടിയാലും ഇതിനകത്ത് ഒരേ റേറ്റ് കിട്ടുള്ളൂ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും നമ്മള് ജനിച്ച പോലെ അടിമയാണ്. നമ്മള് ഇപ്പൊ ഞാൻ എന്റെ ഒരു ജോലിയുടെ ഗ്യാപ്പ് നോക്കണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൊക്കെ മുഴുവൻ ഇതുപോലുള്ള അടിമകളുടെ കൂടെ. അപ്പൊ അവന്മാരൊക്കെ നമ്മള് പിഴിഞ്ഞ് മുതലാക്കി ചാറെടുത്തിട്ട് വെറുതെ നൈസായിട്ട് പുറത്തേക്ക് എറിയും. അപ്പൊ അത് മനസ്സിലാക്കി. പക്ഷേ ഇതിനകത്ത് ഊബർ കുറച്ചും കൂടി ഒരു നമുക്ക് കംഫർട്ടബിൾ ആണ്. മറ്റവരെ പോലെ പരിപൂർണമായ അടിമത്വം ഇല്ല. അതെ അതെ അതെ. ഇനി ഇതിപ്പോ പപ്പൻ ബ്രോന്റെ ഇന്റർവ്യൂ ആണ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇത് തുടക്കം മാത്രമാണ്. ഈ എപ്പിസോഡ് ഞാനൊരു 3 എപ്പിസോഡായിട്ട് നീട്ടേണ്ടി വരുമെന്നാണ്. അതെ 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 അതെ. ഇന്റർവ്യൂ
അപ്പൊ ഇനി അപ്പുറത്തെ വണ്ടിയിൽ കുറെ ഉണ്ട്, പിന്നെ ധനേഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ധനേഷ് ചേട്ടൻ ഉണ്ട്, അതുൽ ബ്രോ ഉണ്ട്. ഇവരെല്ലാവരുടെയും നൈസ് ഒരു എക്സ്പീരിയൻസ് നമ്മൾ എന്തായാലും വീഡിയോയിലൂടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിരിക്കോട്ടെ. ഇനി നമുക്ക് നേരെ ഫുഡ് പോയി കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. ഗൈസ് ഇനി ഈ വണ്ടിയിലാണ്ടാ കുറച്ചു നേരം യാത്ര. ഗൈസ് ഞാൻ ഈ വണ്ടിയിലോട്ട് കയറിയിടാ. ഇനി നമ്മുടെ ജിസ്മോൻ ബ്രദറാണ്ടാ വണ്ടി ഓടിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇവരുടെ കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാട്ടാ. ഈ വണ്ടിയിൽ നമ്മുടെ ജിസ്മോൻ ചേട്ടനുണ്ട്, നെൽസൺ ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ വിനീത് ബ്രോ ഉണ്ട്. അങ്ങനെ 3 പേരുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. നേരെ ഇനി സൂര്യനെല്ലിയിലേക്കാണ്. നമ്മുടെ പപ്പൻ ബ്രോയുടെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം ഊബർ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ്. കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് ജിസ്മോൻ പറയാനുള്ളത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂബറിലേക്ക് ആരും ഇറങ്ങരുത്. നിങ്ങളിപ്പോൾ എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതാകുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ഏതൊരു വർക്കിന് പോയാലും രാവിലെ വർക്കിന് ഇറങ്ങിയാൽ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ആ കൂലി കിട്ടും. അത് ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ സമയം പോകാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങൽ മാത്രമാവും, അല്ലാതെ ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല. ചിലവരുടെ ചോദ്യം ഉണ്ടാവും, നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ഫീൽഡിലേക്ക് നിക്കണേന്ന്. ഇതില് പെട്ടുപോയത് കൊണ്ടാണ് എല്ലാവരും ഇതിൽ പിടിച്ചത്. നമ്മ വണ്ടിയല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സികൾ ഇഷ്ടംപോലെ കൂടി. അപ്പൊ ഈ ടാക്സികൾ ഒരുപാട് കൂടിയതുകൊണ്ട് ഈ വണ്ടി വിറ്റഴിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ സിബിലും കാര്യങ്ങളും എല്ലാം അതിന് വണ്ടി വിൽക്കുമ്പോ വണ്ടിയുടെ ഫുൾ ബാധ്യത തീർത്തിട്ട് വേണം വണ്ടി കൊടുക്കണമെങ്കിൽ. പക്ഷെ അങ്ങനെ തീർക്കാൻ പറ്റാതെ ലോൺ നിർത്തിക്കൊണ്ട് കൊടുക്കുമ്പോ സിവിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആരും ഇതിന് മുതിരാറില്ല. ലോക്കായി പോയ ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ. അതെ. അപ്പൊ മച്ചാമാരെ നമ്മ രണ്ടാമത്തെ ഒരാളുടെ എക്സ്പീരിയൻസും കൂടി എടുത്തിരിക്കണേണ്ട. കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഊബർ ഓടിയിട്ട് മെച്ചമുണ്ടാന്ന്. അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും പറയണ, ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഓടുന്ന ഒരാളാണ്. സ്ഥിരം ഓടാനുള്ള ആൾക്കാരൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് സ്ഥിരമായിട്ടുള്ള ആൾക്കാരെ ഈ ട്രിപ്പിൽ എനിക്ക് കിട്ടിയിരിക്കണേണ്. പിന്നെ നമുക്ക് അടുത്ത ആളുടെ എക്സ്പീരിയൻസിലേക്ക് പോകാട്ടാ. ഗൈസ് ഞങ്ങൾ എയർ അടിക്കാൻ വേണ്ടി നിൽക്കണേണ്ട. പമ്പിൽ 2 പിള്ളേരുണ്ട്, പക്ഷേ ആരും അടിച്ചൊന്നും തരൂല. നമ്മളെന്നെ കയറി അടിക്കുന്നു. ചുരം കയറാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അതെല്ലാവരും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കണേണ്ട. നൈസാ. ഹൈ ബ്രോ, വാട്സ്ആപ്പ്. അയ്യോ ഇവൻ ശരിയല്ലടാ ഗൈസ്. പെട്ട് വാട്ട് ഹാപ്പൻസ്. എത്ര മനോഹരമാണ് നമ്മുടെ കേരളം. സുഹൃത്തുക്കളെ നിങ്ങളിത് കാണുക, എത്ര മനോഹരമാണ്. നമ്മുടെ മൂന്നാറിലേക്ക് പോകുന്ന വഴി തുടങ്ങണേണ്, മനോഹരമായ പാത തുടങ്ങണ്. അതിൻ്റെ താഴെ കിടക്കുന്ന കാഴ്ച കാണുക സുഹൃത്തുക്കളെ. സീൻ പോട്ടറാ, എന്നെ കടിക്കാൻ പോയല്ലടാ, ശരിയാക്കി തരാം എല്ലാത്തിനും. കേറ്റങ്ങോട്ട് കേറട്ടെ. നമ്മുടെ വെള്ളച്ചാട്ടം കണ്ട. ഓ സീനായിട്ടിരിക്കണ വെള്ളച്ചാട്ടമൊക്കെ. ഒന്നുമില്ല, പൈപ്പ് ഓൺ ആക്കിയിട്ടേക്കണെന്ന് എനിക്ക് തോന്നുന്നത്. ഷോണ്ട ഗസ്റ്റിനൊക്കെ വന്നിട്ട് നോക്കിയ കേസ്. മൂന്നാറിലെ സീനാണിത്. 28-ാം തീയതിയിലെ കാഴ്ച ഉണ്ട് ഞാനുള്ളത്. ജനുവരി. ഫോട്ടോ എടുക്കണ നോക്കിയാ പൈപ്പ് തുറന്നിട്ടേക്കണല്ലേ. എന്ത് ശോകമാണ് അവസ്ഥ. ശരിക്കും ഡ്രൈ ആണ്. അടുത്ത മാസം ഫുള്ള് ഇവിടെ ഇപ്പൊ തന്നെ ഏകദേശം പച്ചപ്പൊക്കെ ഡ്രൈ ആയിട്ടാ. പച്ചപ്പൊക്കെ വെറുതെ മഞ്ഞ കളറായി. ഇനിയിപ്പോ ആ സമയത്തൊക്കെ അടുത്ത മാസം എന്നൊക്കെ പറയുമ്പോ വെറുതെ സീനായിക്കോട്ടെ. ശോകം. നെൽസൺ ചേട്ടനൊക്കെ ഇവിടെ പൊളിയാണ്. ഇപ്പൊ ജിസ്മോൻ ചേട്ടനാണ് ഓടിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ വാഗനറിനെ പറ്റി ഞാൻ സെക്കൻഡ് ഗിയർ ഇടുമ്പോ എനിക്ക് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് കുറെ പേര്. സെക്കൻഡിൽ തന്നെയുള്ള വണ്ടി പോണേന്ന്. ഇപ്പൊ സെക്കൻഡിൽ തന്നെയാണ് വണ്ടി പോണത്. സെക്കൻഡിൽ നിന്ന് വണ്ടി എടുക്കാൻ പറ്റൂല. അതെ, സെക്കൻഡ് വാഗനറിന്റെ ഷാബോണ് സെക്കൻഡ്. സാധനം കയറി പോണണ്ട. എന്ത് ഗുരുദേവ് എന്ത് പൊളിയാ വിളിക്കണേ നോക്കി. പണിക്കൻ കൂടിയാണ് പണി തന്നോണ്ടിരിക്കും. പണി 8ന്റെ പണി കേറി പോണോക്കിയാ കൂളായിട്ട് കയറി പോണത്. നോക്കി അവിടെ നിന്നൊക്കെ ഒരു അടിച്ച് പറപ്പിച്ച് വല്ല വണ്ടി വന്നെ പോലെ തന്നെ ഏതെങ്കിലും ഭ്രാന്തം തിരിച്ചു വന്നാൽ തീർന്നു. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്ന് പെട്ടേക്കണടാ. പക്ഷെ എന്റെ പൊന്നെ സാധനം കൊണ്ട് പോണോക്കിയ കയറ്റത്തിലാണ്.
മറ്റേ അതിന്റെ ഉള്ളിൽ കൂടി കയറ്റി ഓടിക്കാനാണെങ്കിൽ നമുക്ക് മറ്റേ കൂടി പോണം. എന്റെ പൊന്നയില് ഒരു വളവുണ്ട്. നമ്മുടെ പാലക്കാടത്തെ ഫോൺ അടിച്ചു പുള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ മോനെ സാധനം പോണം നോക്കി. വേറെ അതെ ചീത്തപ്പൊളിയാണ്ടാ. ഓട്ടോ ചേട്ടൻ കൂടി ചീത്തപ്പൊളി. ചെല്ലപ്പന അങ്ങോട്ട് വെച്ചങ്ങോട്ട് തരുവേ. വണ്ടി നിക്കണ നിപ്പ് കേസ് നമ്മ മൂന്നാറിലേക്ക് പോണ വഴിയാണ്. ശേഷി എന്റെ മോനെ പൊള്ളി വേറെ വൈബ്. സീൻ ഈ പണി ഫസ്റ്റിലാണ്. ഇങ്ങനെ പോണത്. പിന്നെ നമ്മുടെ വണ്ടി ഇങ്ങനെ പോണ്. ഗൈസ് ഞങ്ങളങ്ങനെ നമ്മുടെ സ്വന്തം ഗ്യാപ്പ് റോഡിൽ കൂടിയുള്ള വഴിയിലൂടെ നമ്മുടെ വിനീത് ബ്രോ നൈസായിട്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിനീത് ബ്രോ എന്താണ്, ഹാപ്പി അല്ലേ? നമുക്ക് ഈ വഴിയാണ്ട് കയറേണ്ടത്, ഗ്യാപ്പ് റോഡിൽ നിന്ന് ഈ വഴി. നമ്മൾ ഉള്ളിലോട്ടുള്ള ഒരു വഴി കൂടി കയറി നല്ല പാറയൊക്കെ കാണുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. യെസ്, വി ആർ ഗോയിങ്. ചെറിയൊരു ഓഫ് റോഡാണ് ഗൈസ്. ദിസ് വേ നിങ്ങൾ വരുമ്പോൾ ഭയങ്കര ഓഫ് റോഡാണ്. ഐ ആം ഗോയിങ് ടു അരിക്കമൻ റിസോർട്ട് ആൻഡ് ദിസ് വേ ഈസ് വെരി ഓഫ് റോഡ്. ആൻഡ് ഗൈസ് നല്ല അടിത്തട്ടാത്ത വണ്ടി നോക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ അടിപൊളിയും. ഇപ്പൊ സമയം 2:36 നമ്മ രാവിലെ ഇറങ്ങിയതാണ്. നമ്മ പതുക്കെ നൈസായിട്ട് എൻജോയ് ചെയ്ത്, കാരണം ഇന്നൊരു ദിവസമാണ് നമുക്ക് അല്ലെ എൻജോയ് ചെയ്യാൻ കിട്ടിയത്. അപ്പൊ നമ്മ എൻജോയ് ചെയ്തിട്ടാണ് പോണത്, പരമാവധി എൻജോയ് ചെയ്ത് നൈസായിട്ടാണ് പോണത്. പപ്പമ്പ്രോ വെറുതെ പൊളിയാണ്ട, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അപ്പൊ മച്ചാമാരെ നിങ്ങിനി നേരെ അരിക്കൊമ്പൻ റിസോർട്ട്. എല്ലാരും ഇറങ്ങേണ്ടി വരോടാ ഈ റിസോർട്ടിൽ കയറ്റാൻ. ദിസ് ഈസ് ദ അരിക്കൊമ്പൻ റിസോർട്ട് ആൻഡ് വി ഫൈനലി റീച്ച് ദിസ് റിസോർട്ട്. വണ്ടി നല്ല ഒരു കയറ്റത്തിലാണ്ട, കാരണം ചിന്നക്കനാൽ എന്നുള്ള സ്ഥലം തന്നെ കയറ്റത്തിലായിരിക്കണത്. വണ്ടി നല്ലൊരു കയറ്റത്തിലാണ് കേട്ടോ. വണ്ടി കറങ്ങാനാണ്. അത് തന്നെ ബാക്കടി കയറ്റിയെടുത്തിക്കോ. ഫൈനലി വി റീച്ച് അരിക്കൊമ്പൻ റിസോർട്ട്. ഇതാണ് റിസോർട്ട്. നമ്മുടെ നെൽസൺ ചേട്ടനാണ് ഈ റിസോർട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ റിസോർട്ടിൻ്റെ എക്സ്പീരിയൻസും നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കണത്. നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ആദ്യം നമ്മുടെ മച്ചാന്മാരെത്തിയിട്ടാ. യെസ്, വെൽക്കം ടു അരിക്കൊമ്പൻ റിസോർട്ട്. പൈസ അങ്ങനെ നമ്മുടെ റിസപ്ഷനിൽ എത്തിയിട്ടാ. നമുക്ക് അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നോക്കാട്ടോ. യെസ്, ഓക്കെ അല്ലേ? അതല്ലേ അങ്ങനെ നമ്മുടെ റൂം ഇതാണ്. ഇതേപോലെ 3 റൂം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. യെസ്, അടിപൊളിയല്ലേ ജിസ്മൻ ബ്രോ? അടിപൊളിയാണ്. റൂമൊക്കെ അടിപൊളിയാണ്. മനേഷ് ബ്രോ പൊളി. ഒരു റൂം ഇവിടെ, യെസ് ഒരു റൂം ഇവിടെ. 3 റൂം നമുക്ക് കിട്ടിയാണ്ടാ, സെറ്റാണ്ടാ ഗൈസ്. 6:52 നമ്മുടെ ഡിനോയ് ചേട്ടൻ, അതായത് നമ്മുടെ അരിക്കൊമ്പൻ റിസോർട്ടിലെ നമ്മുടെ ഡിനോയ് ചേട്ടനുണ്ട് കേട്ടോ. ഡിനോയ് ചേട്ടൻ്റെ വണ്ടി നമ്മൾ രാവിലെ തന്നെ ഒന്ന് ഓണാക്കി സെറ്റായിക്കൊണ്ടിരിക്കണേടാ. ജിസ്മോൻ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടേട്ടാ. ഇന്നലെ എന്തായിരുന്നു ജിസ്മോൻ ചേട്ടാ, എല്ലാം ഓർമ്മയുണ്ട? ഇന്നലെയൊക്കെ ബ്ലാക്ക് ഔട്ടായിരുന്നു. ഞങ്ങളല്ല, ഞാൻ. അബ്ദുല്ലാണ് ഡ്രൈവർ അല്ലേ? നൈസ് തണുപ്പുണ്ടാ. ഡിനോയ് ചേട്ടൻ ഉണ്ടാ പോണത്. ഡിനോയ് ചേട്ടൻ ഇവിടെ എത്ര റൂമുണ്ട്? നമുക്ക് 11 റൂംസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് 11 റൂംസ്. പിന്നെ ഒരു വുഡൻ ഹൗസ് ഉണ്ട്. സ്പെഷ്യാലിറ്റി ആണ് വുഡൻ ഹൗസിന്റെ ഗ്രാൻഡീസിൽ വുഡിൽ ചെയ്തിരിക്കുന്ന വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്.
ഇത് ഉള്ളിലല്ലേ? എനിക്ക് വരുമ്പോ ഒന്ന് ഉള്ളിലൊന്ന് കാണിച്ചാണോടാ. നമുക്ക് ഇതിന്റെ ഇവിടെ മാത്രം 11 റൂം ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് മാക്സിമം എത്ര വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 50-55 പേരെ വരെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 60 പേര് വരെ കൊടുക്കും. നമ്മുടെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്, വെരി ബിഗ് റൂമാണ്. ഓക്കെ. മച്ചാമരെ ഹരിക്കോമർ റിസോർട്ടിലേക്ക് പോകുന്നോട്ടോ. നൈസ് തണുപ്പാണ്ടോ. അയ്യോ, ട്രക്കിങ്ങിന് നമുക്ക് ഗസ്റ്റ് നമുക്ക് അറിയത്തില്ലാത്ത പ്ലേസുകളെല്ലാം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കും. ഒരു ജിപ്സി വണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വണ്ടിയിൽ നമുക്ക് നൈസായിട്ട് ഇപ്പൊ റൈഡ് പോയി നോക്കാട്ടാ. ഇങ്ങനെ നമുക്ക് ഇവിടെ എങ്ങോട്ടേക്ക് പോകാൻ പറ്റും ചേട്ടാ? പത്തിച്ചോല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ സൺറൈസ് സൺസെറ്റ് ഒക്കെ കാണാൻ നല്ല നൈസാണ്. നമുക്കിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റും? നമുക്കൊരു 2 കിലോമീറ്റർ പോയിട്ട് പിന്നെ ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. നല്ല സൂപ്പറാണ്. സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ ക്ലോസ് ആയിട്ടൊരു മൗണ്ടൻ ഉണ്ട്, അതിനും കുറച്ചുകൂടെ ബെറ്റർ ഇതാണ്. തണുക്കലുണ്ട്, നല്ല തണുപ്പുണ്ട് ഈ ഏരിയയില് അല്ലേ? പൊള്ളി അത്ഭുതമാണ് ഓടിക്കണത്. ഇത് ഏത് മോഡലാണ് കേട്ടോ വണ്ടി? 2000 മോഡലല്ലേ? അടിപൊളി. വേറെ ലെവല്. പുറയില് വേറെ കൂടാതെ 4 സീറ്റുള്ള ബെഞ്ച് സീറ്റ് ആക്കണേ. ചവിട്ടെടുത്തുണ്ട് ആണല്ലേ? 2000 മോഡലാണ്ടാ ഈ വണ്ടി. അതായത് നമ്മുടെ ഡിനോയ് ചേട്ടൻ ഇന്നലെ മേടിച്ച വണ്ടിയാണിത്. അപ്പൊ ഇപ്പൊ ഒന്ന് രാവിലെ നമ്മുടെ അതുൽ ബ്രോ ചെറിയൊരു റൈഡ് എടുത്തപ്പോ നമ്മുടെ മേളിലോട്ടുള്ള കയറ്റം ഈ വണ്ടി കയറിയില്ല. ഒന്ന് ഹീറ്റാക്കാൻ വേണ്ടി നമ്മൾ ചിന്നക്കനാലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ചായ അടിച്ചിട്ട് നൈസായിട്ട് പോവാം. എന്നൊക്കെ കൊളുക്കുമല്ലേ കയറുന്ന വണ്ടികളാണ്ട. വണ്ടിയുടെ ടയറൊക്കെ ഇരിക്കുന്നൊക്കെ ഇടിച്ച് കയറുന്ന വണ്ടികളൊക്കെ. അതിലെ നിപ്പ് വേണ്ട. ഞാൻ താണ്ട രാജാവ് ആ സാധനം. ഇവനങ്ങോട്ട് കയറ്റം ഇത്തിരി കുറവുണ്ട, കയറണില്ലടാവ്. അച്ഛനെ ഒന്ന് പവറായിട്ട് കയറങ്ങോട്ട്, എന്നാലല്ലേ നമുക്ക് ട്രക്കിങ് പോകാൻ പറ്റുള്ളൂ. മേളിൽ ഒരു മലയുടെ മേളിലേക്ക് കയറാന്നാണ് ഡിനോയ് ചേട്ടൻ പറഞ്ഞേട്ടാ. നമ്മൾ കയറ്റിയിട്ട് അങ്ങനെ കയറണം, തണുത്തിരിക്കണോണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് ചെറിയൊരു റൈഡ് കയറ്റിയിട്ട് ഒന്ന് കയറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അച്ഛൻ കാണാനൊക്കെ നൈസാണ്, പക്ഷെ വണ്ടി കയറണല്ല. വണ്ടി ഒന്ന് നൈസായിട്ട് ഒന്ന് ഹീറ്റായിട്ടുണ്ട്. ഇപ്പം ഒരു ചായം കുടിച്ച് ഇനി ഒന്ന് വലിച്ചങ്ങോട്ട് കയറ്റി നോക്കാം നമുക്ക്. രാവിലെ ഒരു ചായയും പരിപ്പോടെ. വണ്ടി വേറെ മൂടാണ്, പക്ഷെ വണ്ടി അങ്ങോട്ട് ഓക്കെ. ആക്സിലേറ്ററൊക്കെ ഒരു രക്ഷയില്ല. അങ്ങോട്ട് വെറുതെ കയറാനുള്ള വണ്ടി, കയറ്റത്തിലൊന്നും കയറാനുള്ള വണ്ടി. വിളിച്ചു നോക്കാം എന്തായാലും. പഴം പോലെ ഇരിക്കണം. ഓ ഗിയറൊക്കെ ഓക്കെ. ആ വണ്ടി ഇപ്പൊ ഒന്ന് ഹീറ്റപ്പ് ആയിട്ടാ സെറ്റ്. ഓ വേറെ മൂട്. എന്റെ പോലെ മൂട് സാ സെറ്റ്.
ബ്രേക്കൊക്കെ ഇത്തിരി സീനാണ്. அதுக்கடுத்து இழுத்து கொடுக்கணும். அப்படிதான் ഇറക്കങ്ങാട്ട് വന്നില്ലടാ. നൈസ് നൈസും കൂടെ അതെ. ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാൻ അതിക്രമിച്ച് കിടന്ന. ഓ ഫൈനൊക്കെ പോയി കഴിഞ്ഞാൽ അതെ വെള്ളം വീണാണ്. ബ്രേക്ക് ഇത്തിരി കുറവാണല്ലേ? അതാണല്ലോ കിട്ടാതെ ചവിട്ടിയിട്ട്. ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടണം. ഞാനാ ഡിസൈറിന്റെ ബാക്കിൽ കൊണ്ട് ചാമ്പ്യാനിപ്പ. ഞാൻ നോക്കിയപ്പോ ചവിട്ടിട്ടിട്ടുള്ളോ അല്ലാതെ. നമ്മുടെ കൊളുക്കുമലയിലേക്ക് പോണ ചേട്ടന്മാരാണ്. കൊളുക്കുമല ജീപ്പ് സഫാരി ഔട്ടിയിട്ട് അതൂലേ. ചിന്നക്കനാലുള്ള അരിക്കൊമ്പൻ റിസോർട്ടിലേക്ക് അപ്പൊ എല്ലാവർക്കും സ്വാഗതം. വേറെ മൂഡ്. ഏത് മൂഡ്? വേറെ മൂഡ് അല്ലേ? അവരൊക്കെ അങ്ങ് ഉപേക്ഷിച്ചോണ്ട് അവരൊക്കെ നമ്മൾ ഉപേക്ഷിച്ച്. അരിക്കൊമ്പൻ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം. എൻ്റെ ബോണറ്റ് ഡാഷ്ബോർഡിനകത്താണ്ടോ വെച്ചാണ് കണ്ടോ, വലിച്ചാൽ മതി. കാർബറേറ്റർ അല്ലല്ലേ? ഇത് കാർബറേറ്റർ അല്ലേ? എന്തോ അത് മറ്റേ പുട്ടൂറ്റി, അത് നമ്മുടെ ഇതാണ് ചോക്കും ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ്. കോയിലാണത്. കോയില് പെട്ടെന്ന് നല്ല ചൂടാകുന്നുണ്ടല്ലേ? ചൂടായി. എന്തോ ലീക്ക് ഉണ്ടല്ലോ. മൊത്തത്തിലൊന്ന് കാണിച്ചു കഴിയുമ്പോൾ ഓക്കെ. അതെ, മൊത്തത്തിലൊന്ന് സെറ്റ് ആക്കണം. പമ്പൊക്കെ പുതിയതാണല്ലേ? ബാറ്ററി പുത്തനാ. ക്ലീൻ ചെയ്തിട്ടേക്കുന്നുണ്ടോ? അത് ഫിൽറ്ററാണത്. കാർബറേറ്റർ അല്ലേ? സോറി, ആണല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, മുട്ട, ഇഡ്ഡലി, വട, അതെ. കോഫി. നേരെ ഇടുന്നു, മുട്ട എടുക്കുന്നു, കുറച്ച് ചാറ ഒഴിക്കുന്നു, കുറച്ച് ചമ്മന്തി ഇടുന്നു. സെറ്റായ ഓണൊക്കെ അടിയിൽ വന്ന് പതിച്ചിട്ടാ. സാധാ വലയാണല്ലേ? ദിസ് ഗാഡി റെന്റ്? നോട്ട് റെന്റഡ്. ഓൺ മഹാരാഷ്ട്ര? വെയിറ്റ്. ഓ മച്ചാമാരെ, മഹാരാഷ്ട്രയിൽ നിന്ന് ഓടിച്ചു വന്നേക്കണുണ്ടോ നമ്മുടെ അരിക്കുമ്പോ റിസോർട്ടിലേക്ക്? ഓ, യു ഗൈസ് ഫ്രം മഹാരാഷ്ട്ര? ഓക്കെ, യു എൻജോയ് ദിസ് പ്ലേസ്? യു ഹാപ്പി? We also stayed in the hill station, very big hill station. ഓക്കെ ഗൈസ്, നമുക്കിവിടെ ഫ്രെയിമും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രെയിം കേട്ടോ വന്നത്.
ഓക്കെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അച്ഛന്മാരെ ഇതാണ് നമ്മുടെ എഫ്രൈം വന്നത്. ഇതിൽ നമുക്ക് ഒരു സ്പോട്ടും ഒരു ബാത്റൂമും കൂടി സെറ്റാണ് കേട്ടോ. അടിപൊളി. വിളിക്കോടാ. നമ്മുടെ അരിക്കുമ്പൽ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മച്ചാന നിങ്ങൾ എല്ലാവരും പരിചയപ്പെടേണ്ടതാണ്. ഫ്രം പത്തനംതിട്ട അല്ലേ? താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് എല്ലാത്തിനും നന്ദി, നമസ്കാരം. അച്ഛന്മാരെ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. പൊളി പൊളി പൊളി.